ഫലസ്തീനിലെ കുടുംബങ്ങൾക്ക് വഖഫ് ഫൗണ്ടേഷനുമായി ഒമാൻ. ജീവിത ഗുണനിലവാര സൂചികയിൽ ഒമാൻ ഏഷ്യയിൽ ഒന്നാമത്. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഫലസ്തീൻ ജനതയ്ക്ക് ദീർഘകാല സഹായം ഉറപ്പാക്കാൻ ഒമാൻ മിനിസ്ട്രി ഓഫ് ഔഖാഫ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് 10 ലക്ഷം ഒമാനി റിയാൽ മൂലധനത്തോടെ പ്രത്യേക വഖഫ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഉത്തരവ് നമ്പർ 78/36 പ്രകാരമാണ് ഈ തീരുമാനം. കേവലം ഒരു താൽക്കാലിക ആശ്വാസ പദ്ധതി എന്നതിലുപരി 10 ലക്ഷം റിയാൽ ഒരു സ്ഥിര നിക്ഷേപമായി ഉപയോഗിച്ച് അതിൽ നിന്നുള്ള വരുമാനം ഫലസ്തീനിലെ പാവപ്പെട്ട കുടുംബങ്ങളുടെ ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ പരിചരണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വിനിയോഗിക്കും. സഹായ വിതരണം സുതാര്യവും തുടർച്ചയുമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഫലസ്തീൻ വിഷയത്തിൽ ഒമാൻ പുലർത്തുന്ന ഉറച്ച നിലപാടിന്റെയും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും ഭാഗമായാണ് ഈ നടപടി. മുൻപ് ഗസയിലെ കുട്ടികൾക്കായി ഒമാൻ യൂണിസെഫ് വഴിയും UNRWA വഴിയും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഒമാനിൽ നിന്ന് ഫലസ്തീൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ സംഭാവനകൾ നൽകാമെന്ന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അറിയിച്ചു. നയരൂപവൽക്കരണം, പദ്ധതിയുടെ മേൽനോട്ടം എന്നിവയ്ക്കായി പ്രത്യേക ഡയറക്ടർ ബോർഡ് രൂപവൽക്കരിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉത്തരവാദിത്വപരവും സുതാര്യവുമായ സാമ്പത്തിക നിയന്ത്രണം ഉറപ്പാക്കുക എന്നതും ബോർഡിന്റെ ചുമതലയായിരിക്കും. ഒമാനിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ഏകീകൃത പോർട്ടലായ Jood.om വഴി നേരിട്ട് ഓൺലൈനായി പണമടയ്ക്കാം. ഇതിൽ ഫലസ്തീൻ എയ്ഡ് പ്രോജക്ട്സ്, സ്പോൺസറിംഗ് ഫലസ്തീനിയൻ ഓർഫൻസ് തുടങ്ങിയ വിവിധ പദ്ധതികളുണ്ട്. ഒമാൻ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.zakat.om വഴി ഫലസ്തീനിലേക്കുള്ള സക്കാത്തും സദഖയും നൽകാം. മൊബൈൽ ഫോണിൽ നിന്ന് ലളിതമായി SMS വഴി സംഭാവന നൽകാം. ഒരീദോ കണക്ഷൻ ഉള്ളവർ ഫലസ്തീൻ എന്ന് ടൈപ്പ് ചെയ്ത് 90909 എന്ന നമ്പറിലേക്ക് SMS അയക്കുക. ഒമാൻ ടെൽ കണക്ഷൻ ഉള്ളവർ ഡൊണേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് 90022 എന്ന നമ്പറിലേക്ക് SMS അയക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സ് ഡാറ്റാബേസായ നംബിയോ പുറത്തിറക്കിയ 2026 ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഒമാൻ. റിപ്പോർട്ട് പ്രകാരം 2026 ജീവിത ഗുണനിലവാര സൂചികയിൽ ഒമാൻ ഏഷ്യയിൽ 1-ാം സ്ഥാനവും ആഗോളതലത്തിൽ 4-ാം സ്ഥാനവും സ്വന്തമാക്കി. ലോകരാജ്യങ്ങൾക്കിടയിൽ നെതർലാൻഡ്സ് ആണ് ഒന്നാമത്. റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ 4-ാം സ്ഥാനവും ഒമാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. 207.6 എന്ന മികച്ച സ്കോറോടെയാണ് ഈ നേട്ടം. ഡെൻമാർക്ക്, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളാണ് തൊട്ടു പിന്നാലെയുള്ളത്. സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, നോർവേ തുടങ്ങിയ പ്രധാന വികസിത സമ്പദ് വ്യവസ്ഥകളെ മറികടന്ന് ഒമാൻ ലോകത്തിലെ ഏറ്റവും മികച്ച 5 ജീവിതയോഗ്യമായ രാജ്യങ്ങളിൽ ഇടം നേടുകയായിരുന്നു. സൂചികയിൽ ജപ്പാൻ, സിംഗപ്പൂർ, ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ പിന്നിലാക്കി ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒമാൻ ഒന്നാമതായി. സുരക്ഷ, വരുമാനവും ജീവിത ചെലവും തമ്മിലുള്ള അനുപാതം, ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം, പരിസ്ഥിതി ഗുണനിലവാരം, ഗതാഗത സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കുന്നത്. കുറഞ്ഞ മലിനീകരണ നിരക്കും മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനവും സുരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷവും ഒമാന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. സബ്ലത് മത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ മസ്കത്തിലെ പൊന്നാനി താലൂക്ക് നിവാസികളും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. ഈ പുണ്യമാസത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും അനവധി അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന സന്ദേശം ഈ ഇഫ്താർ മീറ്റിൽ പരസ്പരം പങ്കിടുകയും പൊന്നാനി നിവാസികളും അവരുടെ കുടുംബാംഗങ്ങളും പരസ്പരം സൗഹൃദം പങ്കിടാനുമുള്ള അവസരവുമാക്കി. PCWF നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഒമേഗ ഗഫൂർ, ജനറൽ സെക്രട്ടറി സമീർ സിദ്ദിഖ്, ട്രഷറർ സുബൈർ PV തുടങ്ങി നിരവധി പേർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദാഹിറ ഗവർണറേറ്റിൽ കോടതി ഉത്തരവിനെ തുടർന്ന് തടവിൽ കഴിയുന്ന 30 പേർക്ക് ഒമാനി പൗരന്റെ സഹായത്താൽ മോചനം. തുടർച്ചയായി 10-ാം വർഷമാണ് ഒമാനി പൗരൻ തടവുകാരുടെ മോചനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നത്. ഫാഖുർബ പദ്ധതിയുടെ നിബന്ധനകൾ പാലിക്കുന്നവർക്കാണ് സഹായം ലഭ്യമാകുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിലുടനീളം ഇത്തരം മോചന ശ്രമം തുടരുമെന്ന് ബന്ധപ്പെട്ട പൗരന്മാർ അറിയിച്ചു. 2012 ആരംഭിച്ച ഫാഖുർബ പദ്ധതി ഒമാനി ലോയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices,
powered by Purushottam Kanji Exchange.